തിരുനാളിന്റെ പ്രദക്ഷിണം നടക്കുന്നത്. 5 കിലോമീറ്ററിലധികം നീളുന്ന ഈ പാത പിന്നിട്ട് പാമ്പാടി മാർ യൂഹാനോൻ കത്തീഡ്രലിൽ നിന്നും 10,000 പുത്തൻപുറം മാർ കുര്യാക്കോസ് ദയറായിലേക്ക് അന്ന് നടന്നെത്തുന്നു. കോട്ടയം ഇടവകയുടെ കടവിൽ പൗലൂസ് മാർ അത്താനാസിയൂസ് മെത്രാപ്പൊലീത്ത ഇക്കാലത്ത് പാമ്പാടി പള്ളിയിൽ എഴുന്നള്ളി താമസിച്ചിരുന്നു. മറ്റു ഗ്രാമീണ ബാലന്മാരെ പോലെ കൃഷിയിലും കാലി വളർത്തലിലും മാതാപിതാക്കളെ സഹായിച്ചിരുന്ന കുര്യാക്കോസ് എന്ന ബാലനെ കടവിൽ തിരുമേനി കണ്ടു. ആ സാധാരണ ബാലനിൽ ഒരു ദൈവപുരുഷനെ കടവിൽ തിരുമേനി ദർശിച്ചു. തുടർന്ന് കുര്യാക്കോസിന് പട്ടം കൊടുക്കുന്ന കാര്യം പിതാവായ ചാക്കോച്ചിനെ അറിയിച്ചു. സാമ്പത്തിക പരാധീനതയുണ്ടായിരുന്ന ചാക്കോ ഒഴിവ് കഴിവ് പറഞ്ഞു പിന്മാറി. തുടർന്ന് കുടുംബത്തിൽ തുടരെയുണ്ടായ അനർത്ഥങ്ങൾ ചാക്കോയുടെ അഭിപ്രായം മാറ്റി. അങ്ങനെ 1899 ഫെബ്രുവരി 5 പാമ്പാടി വലിയ പള്ളിയിൽ വെച്ച് കടവിൽ തിരുമേനി വൈദിക ശുശ്രൂഷയുടെ ആദ്യപടിയായ കോറൂയോ സ്ഥാനം നൽകുകയും ഉപരിപഠനത്തിനായി കോട്ടയം പഴയ സെമിനാരിയിലേക്ക് അയക്കുകയും ചെയ്തു. പഴയ സെമിനാരിയിലെത്തിയ കുര്യാക്കോസ് ഷമ്മാശന് ലഭിച്ചത് മികച്ച ശിക്ഷണമാണ്. മലങ്കര മൽപ്പാന്മാരായ വട്ടശ്ശേരിൽ ഗീവർഗീസ് കത്തനാർ, കോനാട്ട് മാത്തൻ കത്തനാർ, ചക്കരക്കടവിൽ യൗസഫ് മൽപ്പാൻ എന്നിവരുടെ ശിക്ഷണത്തിൽ ഷമ്മാശൻ കൂദാശ അനുഷ്ഠാനങ്ങളിലും സുറിയാനി ഭാഷയിലും അവഗാഹം നേടി. വത്സല ശിഷ്യനിൽ മലങ്കര സഭയുടെ ഭാവി ഗുരുവായ വട്ടശ്ശേരിൽ മൽപ്പാൻ ദർശിച്ചു. ഗുരുഭക്തിയുടെ നിറകുടമായിരുന്നു പരിശുദ്ധ പാമ്പാടി തിരുമേനി. 1925 ജനന പെരുന്നാളിന് തിരുമേനി എന്നെ ശുശ്രൂഷകനായിട്ട് മധുവായിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം എവിടെ പോകണമെങ്കിലും അദ്ദേഹത്തോടൊപ്പം ആ സ്ഥലങ്ങളിലെല്ലാം യാത്ര ചെയ്യേണ്ടതായ ആവശ്യങ്ങൾ വന്നുകൂടി. അങ്ങനെ മരിക്കുന്നതുവരെയും ഏതാണ്ട് 39 സംവത്സരക്കാലം അദ്ദേഹത്തോടൊപ്പം ജീവിച്ച് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നതിനും അദ്ദേഹം പോയ നാടുകളിലോ സ്ഥലങ്ങളിലോ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളിലോ കൂദാശകളിലോ ഒക്കെയും സംബന്ധിക്കുന്നതിനും ദൈവം കൃപ തന്നു. തിരുമേനിയുടെ ഗുരുവല്ലേ വട്ടശ്ശേരി തിരുമേനി. അദ്ദേഹം ഇരിക്കുന്ന സെമിനാരിയുടെ പടിഞ്ഞാറ് വശത്തെ 2ാമത്തെ നിലയിലത്തെ മുറിയിലാണ് അദ്ദേഹം ഇരുന്നുകൊണ്ടിരുന്നത്. ആ നിലയിൽ കയറി ചെല്ലുന്ന ഗോവണി കയറി അവിടെ ചെല്ലുന്ന അവസരത്തിൽ തിരുമേനിയുടെ കയ്യിൽ അന്ന് തൂവാലയും താക്കോലും ഉണ്ട്. അത് കയ്യിൽ എപ്പോഴും കാണും. അതിങ്ങനെ തോളയിലോ കയ്യിലോ എവിടെയെങ്കിലും കാണും. തിരുമേനിയെ ഗുരുവിനെ കാണാനായിട്ട് മുറിക്കകത്തോട്ട് കയറുമ്പം എന്റെ മോനെ ഇത് പിടിച്ചോളാൻ പറഞ്ഞ് എന്റെ കൈ തന്നച്ചല്ലാതെ അതും കൊണ്ട് തിരുമേനി ഒരിക്കലും കയറി തിരുമേനിയെ കണ്ടിട്ടില്ല. അത്ര സ്നേഹവും ആദരവും ഭക്തിയുമായിരുന്നു ഗുരുവിനോട്. കുര്യാക്കോസ് ഷമ്മാശനിൽ ഒരു ഇടവക പട്ടക്കാരനെയല്ല, മറിച്ച് ഒരു പൂർണ്ണ സന്യാസിയെയാണ് സഭ കണ്ടത്. അക്കാലത്തു തന്നെ ഒരു പ്രാർത്ഥനാ മനുഷ്യനായി ഷമ്മാശൻ അറിയപ്പെട്ടിരുന്നു. അദ്ദേഹം യൗവനത്തിലേക്ക് കാലൂന്നിയതായ കാലയളവിൽ ഉണ്ടായ ഒരു സംഭവം ചിരസ്മരണീയമാണ്. നാട്ടിൽ വലിയ വരൾച്ച, കുടിവെള്ളം പോലും മനുഷ്യന് കിട്ടാതെയായി. ഈ വരൾച്ചയുടെ കെടുതികൾ അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. ആരുമറിയാതെ തന്റെ ഉറ്റ സുഹൃത്തുക്കളുടെ സഹകരണത്തോടെ അദ്ദേഹം 3 ദിവസത്തേക്ക് പള്ളിയിൽ ഒരു ഉപവാസ ധ്യാനം നടത്തി. 3-ാം ദിവസം അത്യത്ഭുതകരമായി കോരിച്ചൊരിഞ്ഞ മഴയുണ്ടായി. ഒരു കഞ്ഞി വീഴ്ത്തലിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിരുന്നു. പെട്ടെന്നുണ്ടായ മഴയുടെ ആധിക്യം മൂലം
ഈ കഞ്ഞി വീഴ്ത്തലിനായി തയ്യാറാക്കി വെച്ചിരുന്നതായ പാചകപാത്രങ്ങൾ പോലും ഒഴുകിപ്പോയി എന്നാണ് അന്ന് ജീവിച്ചിരുന്ന ആളുകൾ പിൻതലമുറകളോട് സാക്ഷ്യം നൽകിയിട്ടുള്ളത്. 1906 ജൂലൈ 28 കണ്ടനാട് ഇടവകയുടെ മുറിമറ്റത്തിൽ പൗലോസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത പാമ്പാടി പള്ളിയിൽ വെച്ച് കുര്യാക്കോസ് ശമ്മാശന് 21-ാം വയസ്സിൽ കത്തനാര് പട്ടം നൽകി. പിറ്റേന്ന് അദ്ദേഹം കുര്യാക്കോസ് കത്തനാരെ പൂർണ്ണ സന്യാസിയായ റമ്പാനുമാക്കി. ജൂലൈ 30 പാമ്പാടി കുര്യാക്കോസ് റമ്പാൻ പാമ്പാടി പള്ളിയിൽ പുത്തൻ കുർബാന ചൊല്ലി. തുടർന്ന് അനേക വർഷം കുര്യാക്കോസ് റമ്പാൻ സ്വന്തം ഇടവകയായ പാമ്പാടി പള്ളിയിൽ താമസിച്ചു. പാമ്പാടി പള്ളിയുടെ പല പണികളും പൂർത്തീകരിച്ചത് ഇക്കാലത്താണ്. ഇതേ കാലത്തു തന്നെ പഴയ സെമിനാരിയിൽ സുറിയാനി മൽപ്പാനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. കേവലം പ്രാഥമിക വിദ്യാഭ്യാസവും വൈദിക വിദ്യാഭ്യാസവും മാത്രമുണ്ടായിരുന്ന കുര്യാക്കോസ് റമ്പാന്റെ ദൈവികമായ പാണ്ഡിത്യം ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ലളിതവും വാത്സല്യം നിറഞ്ഞതുമായ റമ്പാച്ചന്റെ പെരുമാറ്റം വൈദിക വിദ്യാർത്ഥികളെ കോരിത്തരിപ്പിച്ചു. 1912 മലങ്കര സഭയെ ഗ്രസിച്ച കക്ഷിവഴക്ക് പാമ്പാടി വലിയ പള്ളിയിലെ റമ്പാച്ചന്റെ താമസം ദുഷ്കരമാക്കി. തനിക്ക് സ്വതന്ത്രമായി ചരിക്കാനും സ്വർഗസ്ഥനായ തന്റെ പിതാവിനോട് സംസർഗം നടത്താനും ഒരു സ്ഥലം പാമ്പാടി റമ്പാച്ചൻ ആഗ്രഹിച്ചു. ഇതറിഞ്ഞ തന്റെ അഭിവന്ദ്യ ഗുരുഭൂതനായ മഠത്തിലാശാൻ തന്റെ വക പൊത്തൻപുറം കുന്ന് വാഗ്ദാനം ചെയ്തു. ഞാൻ മഠത്തിൽ ആശാന്റെ കൊച്ചുമകനാണ്. മഠത്തിൽ ആശാൻ പരീക്ഷ പാസ്സായി പാമ്പാടിലെ ഏറ്റവും പുരാതന സ്കൂളായ പള്ളിവാതിക്കൽ സ്കൂളിൽ അധ്യാപകനായി ചേർന്നു. അന്ന് ആ സ്കൂളിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളിൽ ഏറ്റവും പാവനമായ പക്വതയാർന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു കുര്യാക്കോസ്. ഈ കുട്ടിക്കാലം മുതൽ ആശാൻ ശ്രദ്ധിച്ച് വളർത്തിയെടുത്തിയ കുര്യാക്കോസ് ആ പവിത്രമായ ബന്ധം വളർന്ന് സാക്ഷാൽ ഭാരതീയമായ ഗുരുശിഷ്യ ബന്ധത്തിന്റെ എല്ലാ വിധത്തിലും എല്ലാ കമാനങ്ങളിലും എല്ലാ തലത്തിലും വന്നുചേർന്നു. അതായിരിക്കണമല്ലോ അദ്ദേഹത്തിന് ഇരിക്കാനും തപസ് ചെയ്യുവാനും പ്രാർത്ഥിക്കാനുമായിട്ടുള്ള ഇടത്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ ആശാന്റെ വകയായ പൊത്തമ്പുറം കുന്നിൽ ആശ്രമത്തിനും മറ്റു കാര്യങ്ങൾക്കുമായി സ്ഥലം കൊടുക്കുകയുണ്ടായി. ആ പവിത്രമായ ബന്ധം ആശാന്റെ മരണത്തോടും തിരുമേനിയുടെ മരണത്തോടും നിൽക്കാതെ അത് അഭംഗരമായി ഇന്നും നിലനിർന്നു വരികയാണ്. ആശാൻ വളരെ നാള് രോഗാതുരനായി കിടക്കുകയുണ്ടായി. ആ കാലങ്ങളിലെല്ലാം തിരുമേനി ആശാനെ വന്ന് കാണുകയും ദേറായിൽ കിട്ടുന്ന ഏത് വിഭവവും അത് ആശാനെ കൊണ്ട് സമർപ്പിച്ചതിന് ശേഷമേ അദ്ദേഹം മറ്റാർക്കും കൊടുത്തതായിട്ട് പോലും കേട്ടിട്ടുള്ളൂ. ആ വലിയ ബന്ധം നേരിൽ കാണുവാനായിട്ടുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. കാടുപിടിച്ചു കിടന്ന പൊത്തൻപുറം കുന്നിന്റെ ഏകാന്തതയും മനോഹാരിതയും റമ്പാച്ചന് ഇഷ്ടമായി. തുടർന്ന് 1913 ഓഗസ്റ്റ് 30 പൊത്തമ്പുറം കുന്നിൽ 12 ഏക്കർ സ്ഥലം എഴുതി വാങ്ങി. 1911 കൂടിയതായ മലങ്കര അസോസിയേഷൻ